ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഇത് വളരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതായത് ലെമൺ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിധമാണ്. ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു സ്പൂൺ പൊടി ഗ്ലാസ്സിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ അല്പം കുതിർത്ത കസ്കസും കൂടെ ചേർത്താൽ നമ്മുടെ ഡ്രിങ്ക്സ് റെഡിയാവും. തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇത് നല്ല പഴുത്ത നാരങ്ങ അത് വാങ്ങി ഞാൻ ആദ്യം ഈ നാരങ്ങ കഴുകി വൃത്തിയാക്കി അത് തോർത്തിയെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ തോർത്തിയെടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. മുറിച്ച് വെച്ചിട്ട് നമുക്കതിൻ്റെ മുഴുവൻ നീരും എടുക്കണം. അത് കൈകൊണ്ട് ഞെക്കിയായാലും നാരങ്ങ ഞെക്കിയിലായാലും ഏത് വിധമായാലും കംപ്ലീറ്റ് നീരും നമുക്കിതിൽ നിന്ന് എടുക്കണം. ആ നീരോടൊപ്പം തന്നെ അതിൻ്റെ നാര് വരുമല്ലോ അകത്തുനിന്ന് മാംസളമായ ആ ഭാഗവും കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് എടുക്കാം. അതുപോലെ എല്ലാ നാരങ്ങയും ഇതുപോലെ നീര് പിഴിഞ്ഞെടുക്കണം. നീര് മാത്രം പിഴിഞ്ഞെടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് വിധത്തിലാണോ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ സൗകര്യം ആ വിധത്തിൽ പിഴിഞ്ഞെടുക്കാം. എന്തായാലും നീര് കംപ്ലീറ്റ് നമുക്ക് പിഴിഞ്ഞെടുക്കണം, അത്രേ വേണ്ടുള്ളൂ. എന്നിട്ടിത് പിഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ തോട് വരുമല്ലോ, നാരങ്ങയുടെ തോട്, അതൊന്നും കളയണ്ട. ആ തോട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇതുകൊണ്ടുള്ള ഉപയോഗം ഞാൻ പിന്നാലെ പറയാം. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ നീര് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഒഴിക്കണം. പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ അരികളുണ്ടല്ലോ, നാരങ്ങയുടെ അരി, അതായത് സീഡ്, അത് ഇതിൽ വന്ന് കിടക്കും. അതിനെ നമുക്കൊരു സ്പൂൺ കൊണ്ട് എല്ലാം എടുത്ത് കളയണം. എല്ലാം വന്നില്ലെങ്കിൽ പിന്നീട് എടുത്ത് കളഞ്ഞാലും മതി. കാരണം ഈ വിത്ത് കിടക്കുമ്പോൾ അത് കയ്പ്പ് രസം ഉണ്ടാവും നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് എല്ലാ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റും. പരന്ന പ്ലേറ്റിലാകുമ്പോൾ നമുക്ക് കാണാമല്ലോ. എന്നിട്ട് ഈ നീരിനെ നമ്മൾ 2 നാൾ വെയിലത്തൊന്ന് വെക്കണം. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് 2 ദിവസം വെച്ചാൽ മതി. 2 ദിവസം വെക്കുമ്പോൾ നാരങ്ങ ഇതേപോലെ ഡ്രൈ ആയിട്ട് ഈ കളറിലായി വരും. അപ്പോൾ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തിട്ട് ഒരു സ്പൂൺ എടുക്കാം. നല്ല കനം കുറഞ്ഞ ഒരു സ്പൂൺ എടുത്തിട്ട് പ്ലേറ്റിൽ നിന്ന് പഞ്ചസാരയും ആ ഉണങ്ങിയ നാരങ്ങയും കൂടെ നമുക്ക് ചുരണ്ടിയെടുക്കണം. കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങ് ചുരണ്ടിയെടുക്കുക. പഞ്ചസാരയുടെ കൂടെ ആകുമ്പോൾ അത് ഇളകി വരും. ഇതുപോലെ ഇളകി വന്നു കഴിയും. പിന്നെ നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 പ്രാവശ്യമായിട്ടോ 2 പ്രാവശ്യമായിട്ടോ എത്ര പ്രാവശ്യമായിട്ടായാലും വളരെ ഓർമ്മയായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നല്ല വൈറ്റ് കളറിൽ തന്നെ ഇത് കിട്ടും. നമുക്ക് എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുക്കണം. പൊടിച്ചിട്ട് ഞാനിതിപ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. കാരണം ഇത് നാരങ്ങ ഇത്രയേ ഉള്ളൂ. ഉണങ്ങി വന്നപ്പോൾ ഇങ്ങനെയെല്ലാം ഭയങ്കര പുളിയാണ് കേട്ടോ. അതിന് ഞാൻ പിന്നാലെ ഇത് കലക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തു. പൊടിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പൊടിക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും ഇതിന്. ആ ചൂടൊന്ന് ആറാനായിട്ട് വെക്കുക. ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ നന്നായിട്ട് കഴുകി ഉണക്കിയ ഒരു ടിന്നിൽ ഇട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഇതുപോലെ കഴുകി ഉണക്കി ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചു. ഇത് എത്ര നാൾ വേണമെങ്കിലും പുറത്തും സൂക്ഷിക്കാം, ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ എത്ര നാരങ്ങ മേടിച്ചാലും നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഉണക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാകില്ലല്ലോ. അത് ലെമൺ ആകുമ്പോൾ എത്ര ഹെൽത്തിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് പഞ്ചസാര ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ സ്ഥാനത്ത് ഉപ്പ് ചേർത്തും പൊടിച്ചു വയ്ക്കാം. പിന്നെ അല്ല എങ്കിൽ കൽക്കണ്ട്, പനങ്കൽക്കണ്ട് കിട്ടുമല്ലോ, അത് മേടിച്ചിട്ട് ഇതിൽ ചേർത്ത് പൊടിച്ചു വെച്ചാലും മതി. ഇത് മാത്രമായിട്ട് നാരങ്ങ ഉണക്കിയിട്ട് അത് മാത്രം പൊടിച്ചു വയ്ക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നുകൂടെ ഇട്ട് പൊടിക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരല്പം കസ്കസ് കുതിർത്തെടുത്തിട്ട് ഇതിൽ നിന്ന് ഒരൊറ്റ സ്പൂണിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കസ്കസും ഇട്ട് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നോക്കി കലക്കി കുടിച്ച് എന്ത് ടേസ്റ്റിയാണെന്നറിയാമോ. അത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കടയിൽ പോയി ലെമൺ പൗഡറോ ടാങ്കോ ഒന്നും മേടിക്കണ്ട. ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഡ്രിങ്ക് തയ്യാറാക്കാം. ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. എന്തായാലും ലെമൺ പൗഡർ തയ്യാറാക്കണേ.